അസാധാരണമായിട്ടുള്ള ഒരു സ്ഥലമാണ് കാശി. അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന വ്യക്തികൾക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ കാണാനും ചിന്തിക്കാനും ഉണ്ട്. ഗംഗാതീരത്ത് ഞങ്ങൾ ഒരു ബോട്ടിൽ എല്ലാവരും കഴിയും. വളരെ രസകരമാണ് യാത്ര. കുറേ ദൂരം ഗംഗാതീരത്ത് കൂടെ പോയി. കുട്ടികള് ഒക്കെ നല്ല ഉത്സാഹത്തിലായിരുന്നു. ചെറിയ കുട്ടികളൊക്കെ ആ 3 വയസ്സ് പ്രായമുള്ള അംബാദാസ് എന്നുള്ള കുട്ടി വരെ ഓരോ യൂണിഫോംകാരെ കാണുമ്പോഴും ശരീരപരിശോധനയുണ്ട്. അവൻ കൈ ഇങ്ങനെ കാണിക്കും. അവന്റെ കൈ ഉയർത്തൽ ഞാൻ നോക്കിക്കൊണ്ട് പിറകിൽ വെക്കും. ശീലായി. കംപ്ലീറ്റ് സറണ്ടർ ചെയ്ത് കുട്ടികൾക്കൊക്കെ ശീലമാണ്. ആ യാത്ര, ബോട്ട് യാത്ര, കൂടെയുള്ള സായി സംഘടനയുടെ പ്രഭാകരൻ സാറ്, പട്ടാമ്പി ഗോപകുമാർ, ഇതൊക്കെ ശരിക്കും ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ജയശ്രീ ആകട്ടെ ഒരു കവയിത്രി കൂടിയാണ്. അവിടെ വെച്ച് ചില കവിതകളൊക്കെ എന്നെ കൂട്ടി കേൾപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഗംഗാനദിയുടെ ഒരു ഭാഗത്തു കൂടെ ബോട്ട് യാത്ര കുറേ ദൂരം അങ്ങോട്ട് പോയി. കാരണം മടങ്ങി വരാറാവുമ്പോഴേക്കും സമയം സന്ധ്യയായി. ഗംഗ ആരതിക്കുള്ള സമയം. ഗംഗ ആരതി ടിവിയിലെങ്കിലും കണ്ടവരുണ്ടാകും. ആ ഗംഗ നോക്കിയിട്ട് ഗംഗ ആരതി നടക്കുന്ന സമയത്ത് നമ്മൾ ബോട്ടിൽ വരുമ്പോൾ, ബോട്ട് എവിടെയെങ്കിലൊക്കെ നിർത്തുമ്പോൾ ആ കാഴ്ച നമുക്ക് വളരെ ഭംഗിയായിട്ട് കാണുകയും ആസ്വദിക്കുകയും ചെയ്യും. ആ ബോട്ട് യാത്രയിൽ പോകുമ്പോൾ ഓരോ ഘട്ടുകൾ ഏതാന്നുള്ളത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. രസാശ്വമേധ ഘട്ട്, ഹരിശ്ചന്ദ്ര ഘട്ട്, മണികർണിക ഘട്ട്. ഇത് ആ ഘട്ടുകൾ കടന്നിട്ടാണ് പോകുന്നത്. ശവസംസ്കാരം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. എത്രയോ ശവങ്ങൾ അവിടെ കത്തിച്ചുകൊണ്ട് ഇരിക്കുന്നു. ഒരു കാലത്ത് എല്ലാം ഗംഗയിലേക്ക് ഇടുന്നൊരു കാലം ഉണ്ടായിരുന്നു. കുറച്ച് മാറ്റമൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ചത്ത ജീവികളെ മുഴുവൻ ഗംഗയിൽ ഇടും, വേസ്റ്റ് മുഴുവൻ ഗംഗയിലേക്ക് ഇടും. എല്ലാത്തിനെയും ഏറ്റെടുക്കുന്ന വലിയ മീനുകൾ ഗംഗയിൽ ഉണ്ടായിരുന്നു. ഇന്നത് ഇല്ല. ഇത് ഗംഗയിൽ ഒരു സാധനം കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ചീഞ്ഞളിയാന്നല്ലാതെ ഒരു പൂത്തിനെ കൊണ്ടുപോയിട്ട് ആ പൂത്തിനെ വിഴുങ്ങുന്ന രീതിയിലുള്ള മീനുകളൊന്നും ഗംഗയിൽ ഇല്ല. ആ മണികർണിക ഘട്ട് കാണുമ്പോൾ, ദശാംശമേധ ഘട്ട് കാണുമ്പോൾ, ആ ശവസംസ്കാരങ്ങളും അഗ്നിയും പുകയും കാണുമ്പോൾ നാമൊക്കെ ജീവിതത്തെ കുറിച്ച് വളരെ ചിന്തിക്കും. അത് കഴിഞ്ഞിട്ട് ഗംഗാ ആരതി കാണാൻ അതിന്റെ മുമ്പിൽ നിർത്തിവിട്ട ബോട്ടിലേക്ക് ഈ ബോട്ടിൽ വന്ന യാത്രക്കാർക്ക് കയറാം. അപ്പൊ മറ്റു ബോട്ടുകളിലെ മട്ടുപ്പാവിൽ നിന്ന് നോക്കിയാൽ ഗംഗാ ആരതി കാണാം. ലക്ഷക്കണക്കിന് വ്യക്തികളാണ് ഒരു ദിവസം അത് കാണുന്നു. ആ ഗംഗാ ആരതി ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പൈതൃകത്തെക്കുറിച്ച്, നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് അഭിമാനം തോന്നും. അത് കഴിഞ്ഞപ്പോഴാണ് ആ ഗൈഡുമാർ പറഞ്ഞത്, ഞങ്ങൾക്ക് ഇവിടെ ഒരു കടയുണ്ട് ഗംഗാതീരത്ത്, ഞങ്ങളുടെ കടയൊന്ന് സന്ദർശിക്കണം. അവിടെ അടുത്ത് തന്നെയാണെന്ന് വിചാരിച്ചത്. പക്ഷെ ഇടുക്ക് വഴിയിലൂടെ എത്രയോ ദൂരം നടന്ന് വളവും തിരിവും കഴിഞ്ഞിട്ട്
കോണി കയറിയ അവിടെ ചെന്ന് അവരുടെ പട്ടുവസ്ത്രങ്ങൾ വിൽക്കുന്ന കടയുണ്ട്. ബനാറസിൽ വിൽപ്പനശാലകളിൽ പട്ടുവസ്ത്രങ്ങളൊക്കെ വാങ്ങാൻ ചെല്ലുന്നവര് താഴെ ചമ്മടം പടിഞ്ഞിരുന്നിട്ട് വേണം വാങ്ങാൻ. അവിടെ പോയിട്ട് ചമ്മടം പടിഞ്ഞ് ഇരിക്കണം. ഒരു കാര്യം യാത്ര അവസാനിക്കുമ്പോൾ എന്റെ മനസ്സ് പറഞ്ഞു, പട്ടുവസ്ത്രങ്ങൾ വാങ്ങാൻ എന്താണ് ചമ്മടം പടിഞ്ഞിരിക്കാൻ പറയുന്നത്? അവിടെ കസേര പോകും. വില കൂടിയത് എന്ത് വാങ്ങുമ്പോഴും ഇരിക്കണം. വില കൂടിയതാണ്. കുട്ടിക്ക് എഴുത്തിനിരുത്താൻ ഇരിക്കണം. കല്യാണത്തിന് വരനും വധുവും ഇരിക്കണം. നിൽക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ചർച്ച കൂടുക എന്നാണ്. സത്സംഗം ഏറ്റവും കോസ്റ്റലിയാണ്. യാത്രാവേളയിൽ ഏറ്റവും കോസ്റ്റലിയാണ് സത്സംഗം. അതിനിരിക്കുക തന്നെ വേണം. യാത്രയിൽ ചിലവർ എന്നോടൊക്കെ ഒരു ചോദ്യം ഒക്കെ ചോദിക്കാറുണ്ട്. മറുപടി പറയുമ്പോഴേക്കും അവിടെ നടന്നു പോണ ആരായി? ഇത് നിന്ന് പറയേണ്ട കാര്യമല്ല. വില കൂടിയ ഏത് വസ്തു വാങ്ങുമ്പോഴും ഇരിക്കണം. അപ്പൊ പട്ടുസാരികൾ വിൽക്കുന്ന കണ്ടിരുന്നു. എല്ലാവരും നമ്മുടെ മുടിഞ്ഞിരുന്നു. എന്റെ ഭാര്യ എന്തോ പട്ടുസാരി ഒന്നും വാങ്ങിയില്ല. ഇപ്പൊ സാരി ഇഷ്ടംപോലെ ഉണ്ടായതുകൊണ്ട്, മാത്രമല്ല ദൂരയാത്രയ്ക്ക് ഡ്രസ്സിനൊക്കെ പല മാറ്റങ്ങളും വന്നല്ലോ. പക്ഷെ സാരി വാങ്ങുന്നില്ല എന്ന് പറഞ്ഞ സ്ത്രീകളും ഇരുന്നു. പിന്നെ അതിന്റെ ഒരു ഭാഗമായി മാറുകയും പട്ടാമ്പിയിലെ പുഷ്പ ടീച്ചർ ഒരു ആശ്രമത്തിന്റെ അധികയാണ് മാതാജി സഭയുണ്ട്. ആദ്യത്തേക്ക് ചില പട്ടുസാരി തിരഞ്ഞെടുത്തപ്പോൾ ഞാൻ ചിന്തിച്ചത് ഇരുന്ന് പർച്ചേസ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഇതേപോലെ യാത്ര പോകുമ്പോൾ യാത്രാംഗങ്ങൾ ഇരിക്കണം. നമ്മളിപ്പോ എവിടേക്കാ പോണത്? സങ്കടമോചന ഹനുമാൻ. എന്താണ് ഹനുമാൻ? എന്ത് സങ്കടം തീർക്കുക? അപ്പൊ ഗുരു പറഞ്ഞത് ഹനുമാൻ ഒരു സങ്കടവും തീർന്നില്ല. നിങ്ങൾ ഹനുമാനാണെങ്കിൽ നിങ്ങൾക്ക് സങ്കടം ഉണ്ടാവില്ല. ഓരോ കാര്യവും ഇരുന്ന് കേൾക്കണം. അതാണ് സത്സംഗം. യാത്രയ്ക്ക് പോകുന്നവർ ചിന്തിക്കുന്നത് നല്ലതാണ്. കൂട്ടത്തിൽ കൂടെ സത്സംഗം ഉണ്ടാവില്ല. ഒരു ശബരിമലയ്ക്ക് കെട്ടിയെടുത്തിട്ട് നടന്നു പോവുകയാണെങ്കിൽ വരെ സത്സംഗത്തിന് വലിയ പ്രാധാന്യം. ആ കാശിയോട് യാത്ര പറഞ്ഞു. കാശിക്ക് പരിവർത്തനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അന്ന് രാത്രി കാശിയിൽ താമസിച്ചു. പിറ്റേ ദിവസമാണ് മടക്കം. കാശി എയർപോർട്ട് കുറച്ചൊരു അകലമുണ്ട്. അവിടെ മുമ്പ് ഞാൻ ഫ്ലൈറ്റിൽ പോയിട്ടുണ്ട്. പോണ വഴിക്ക് ഒരു ബുദ്ധ ക്ഷേത്രം, ബുദ്ധപ്രതിമ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ കാഴ്ചയുണ്ട്. ഫ്ലൈറ്റിലെത്തി. വാരാണസിയിൽ നിന്ന് മദ്രാസിലേക്കാണ് ഫ്ലൈറ്റ്. ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും മദ്രാസിൽ എത്തിക്കഴിഞ്ഞു. മദ്രാസിൽ നിന്ന് 1 മണിക്കൂർ വെയിറ്റ് ചെയ്തു. നേരിട്ട് കോഴിക്കോട് കരിപ്പൂരിലേക്ക് ഫ്ലൈറ്റ്. വൈകുന്നേരം ഒരു 5 മണിക്ക് കോഴിക്കോട്ട് മടങ്ങിയെത്തി. യാത്ര കഴിഞ്ഞാലും അതിൻ്റെ അനുരണനങ്ങളും അതുണ്ടാക്കിയ ചില പ്രത്യേക താളവും മനസ്സിനെ ഭരിക്കുന്നുണ്ട്. എപ്പോഴും സരയു ആരതിയും ഗംഗാ ആരതിയും മനസ്സുകൊണ്ട് കാണുന്നു. അതിന്റെ പിന്നിലത്തെ കവിതയ്ക്കാണ് പ്രാധാന്യം. കവിത സത്യമാണെന്ന് ആരെങ്കിലും ചോദിക്കാറുണ്ട്. കവിതയാണ് അത് കവിതാത്മകം. കഴിഞ്ഞ
7 ദിവസം ഞാൻ യാത്രയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ഇനി എപ്പോഴെങ്കിലും യാത്ര പോകുമ്പോൾ അത് പറഞ്ഞുകൊള്ളാം. ധന്യമേ ജീവിതം കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ സംരക്ഷിക്കുന്നു.